അജി, ഈ ഇപ്പോൾ ജിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജൻസികൾ മാത്രമല്ല വണ്ടിപ്രാന്തന്മാർ ഒന്നാകെ വലിയ നിരാശയിലാണ്. ആരെങ്കിലുമായിട്ടൊക്കെ അജി സംസാരിച്ചോ? എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു പ്രതികരണം? തീർച്ചയായിട്ടും അമൃത, ഒപ്പം തന്നെ സുഹൈൽ, ഞാനിപ്പോൾ ഉള്ളത് ഒരു അടിപൊളി വണ്ടിയുടെ അകത്ത് തന്നെയാണ്. ഇപ്പോൾ ഈ വണ്ടിപ്രാന്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും തരത്തിൽ നിരാശയിലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇത് ഓഫ് റോഡ് ജീപ്പാണ് എനിക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഈ ഓഫ് റോഡ് ജീപ്പുകൾ നമുക്കറിയാം, ഇത് ഓഫ് റോഡ് ജീപ്പുകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമം, അടിപൊളിയായിട്ട് വണ്ടി ഓഫ് റോഡ് നല്ല കുട്ടപ്പനാക്കി, പക്ഷേ റോഡിൽ ഇറക്കാൻ പറ്റില്ല. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷമം എന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെയും നമുക്കൊപ്പമുണ്ട്. ഒന്ന് ഈ ഗ്യാരേജ് നടത്തുന്നയാളാണ്, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇപ്പം ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ വഴിയൊന്നും ഇല്ല അല്ലേ? നിലവിൽ ഇപ്പം സന്തോഷകരമായ കാര്യം, സീമനെ പോലെ ഒരാള് വാഹനങ്ങളിലെ മോഡിഫിക്കേഷൻ എന്നുള്ളൊരു മേഖല ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഇങ്ങനൊരു വിഭാഗം ആൾക്കാരുണ്ട്, ആ ആൾക്കാർ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തെ പോലെ ഒരാൾ മുന്നോട്ടൊരു ആശയം വെച്ചത് ഭയങ്കര സ്വാഗതാർഹമാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒന്നും മോഡിഫിക്കേഷൻ അല്ല, ഇപ്പോൾ വന്നതൊക്കെ ശരിക്കും ബ്യൂട്ടിഫിക്കേഷനാണ്. അതായത് ഇൻറ്റീരിയർ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ബ്യൂട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വാഹനങ്ങളിൽ നമ്മൾ എന്തൊക്കെ മാറ്റുന്നു അതിനെയാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോഡിഫിക്കേഷനായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു മോഡിഫിക്കേഷൻ വരും. കാരണം ഞങ്ങൾ ഒരിക്കലും വണ്ടീൻ്റെ ബാഹ്യരൂപത്തിനേക്കാൾ ഉപരി വണ്ടീൻ്റെ പർപ്പസിനെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഓൾവേസ് ചിന്തിക്കുന്നത് അഡ്വഞ്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്, അത് ഓരോരുത്തരും എടുക്കുന്ന രീതിയുടെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് കാറുകാർ ഭയങ്കര ഹാപ്പിയാണ്, കാരണം വെച്ചാൽ അവർക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ മേഖലയിലുള്ള ആൾക്കാർ ആരാധിച്ചോ ഓഫ് റോഡിങ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ആൾക്കാർ ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ സ്പോർട്സിൽ ഈ ആൾക്കാരാണ് ശരിക്കും നമ്മുടെ കേരളത്തിലേക്ക് ഏറ്റവും ആവശ്യമുള്ള ആൾക്കാർ. കാരണം അത് ഈ പറയുന്നത് വളരെ നല്ല രീതിക്ക് നിങ്ങളും കാണണം. ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദുരന്തം വരുമ്പോൾ ഇത് ഫേസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള ആൾക്കാർ ഞങ്ങളെ പോലുള്ള ഈ ഓഫ് റോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ആൾക്കാരാണ്. കാരണം നമ്മുടെ വാഹനങ്ങളുടെ പ്രത്യേകത, ഏത് ടെറയിനിലൂടെയും വാഹനങ്ങൾ പോകും. അപ്പോൾ ഇതിൻ്റെ ടയർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നിങ്ങൾക്ക് ഏത് ടെറയിനിലൂടെയും പോകാൻ വേണ്ടി പറ്റും. ഈ വണ്ടി ഒരിക്കലും ഞങ്ങൾ റോഡിൽ കൂടെ കൊണ്ടുപോകുന്ന വണ്ടിയല്ല, ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വാഹനമാണ്. അതിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വാഹനമാണ്. ഈ വാഹനം ഒരിക്കലും റോഡിൽ കൂടെ കൊണ്ടുപോകുന്നില്ല, ഇത് ഫ്ലാറ്റ് ബെഡിൽ മാത്രം കൊണ്ടുപോകുന്ന വാഹനമാണ്. പക്ഷേ ഇങ്ങനത്തെ വാഹനങ്ങളാണെങ്കിൽ കൂടി ഈ വാഹനങ്ങൾ ഒരു സ്പെഷ്യൽ കാറ്റഗറി പേർപ്പസ് എന്നുള്ള വാഹനത്തിൽ നമുക്ക് പെടുത്തി തന്നാൽ നമുക്കുണ്ടാകുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ 14 ജില്ലയിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അണ്ടറിൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ടീം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഈ ഡ്രൈവർക്ക് സ്ലഷിൽ ഓടിക്കാൻ അറിയാം, അല്ലെങ്കിൽ ഒരു വെള്ളത്തിലൂടെ എങ്ങനെ ഓടിക്കണം എന്നറിയാം, റോക്കിൽ എങ്ങനെ ഓടിക്കണം എന്നറിയാം, സാൻഡിൽ എങ്ങനെ ഓടിക്കണം എന്നറിയാം, മഡിൽ എങ്ങനെ ഓടിക്കണം എന്നറിയാം. അപ്പോൾ അത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ്. ഏറ്റവും രസകരമായ കാര്യം, ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ചാമ്പ്യൻഷിപ്പും, അതായത് വേൾഡിലെ 5th ടഫസ്റ്റ് ചാമ്പ്യൻഷിപ്പായ റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് ഇന്ത്യയിൽ ഗോവയിൽ നടക്കുന്നത്, അതിലെ ചാമ്പ്യൻ മലയാളിയാണ്. അതിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റണ്ണറപ്പുകൾ മലയാളികളാണ്. മലയാളികളെ റെക്കഗ്നൈസ് ഈ ഓഫ് റോഡിങ് എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മാത്രം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന മോഡിഫിക്കേഷൻ എന്താണ് ശരിക്കും? നമ്മൾ ആഗ്രഹിക്കുന്ന ബേസിക് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിന്, ഇപ്പോൾ ആ വാഹനത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണുന്ന കാരണം സ്നോർക്കൽ എന്ന് പറഞ്ഞാൽ ആ ജീപ്പിൽ നോക്കി നിങ്ങൾക്ക് കാണാം. ഈ സ്നോർക്കൽ എന്ന് പറയുന്നത് നമ്മൾ വെള്ളം, ഒരു വാട്ടർ ബോഡി നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വാഹനത്തിന് ഡാമേജ് ഇല്ലാതെ അപ്പുറത്തേക്ക് പോകും. ഇപ്പോൾ ആ ബോണറ്റ് ലെവലിൽ നമുക്ക് വാഹനം വെള്ളത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമാണ് സ്നോർക്കൽ. ഇതിനെക്കൊണ്ട് വാഹനത്തിനോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, നാട്ടുകാർക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പിന്നെ സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്താൽ ശരിക്കും വണ്ടിയുടെ സ്റ്റെബിലിറ്റി കൂടാണ്. വാഹനത്തിന് അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടുന്ന സാധനങ്ങളാണ് സസ്പെൻഷൻ അപ്ഗ്രേഡിങ് എന്ന് പറയുന്നത്. ടയർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു 4 വീൽ വാഹനം വാങ്ങുന്നത്, ഈ വാഹനത്തിന് ഹൈവേ ടയേഴ്സാണ് ഉള്ളത്. HT ടയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ യൂസ് ചെയ്യാൻ പറ്റിയ റോഡിലാണ്. ഈ ടയർ കൊണ്ട് നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഓൾ ടെറൈൻ ടയേഴ്സ്, 80 എന്ന് പറയുന്ന കാറ്റഗറി ടയേഴ്സ് എങ്കിൽ, ഇപ്പോൾ ആ കിടക്കുന്ന വണ്ടി 4 വീൽ വണ്ടിയാണ്, ആ വണ്ടിയായിട്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. അതിൻ്റെ ടയർ നിങ്ങൾ സൂം ചെയ്താൽ കാണാം, HT എന്ന് കാണാം ആ സഫാരിയുടെ മുകളിൽ. അത് ഹൈവേ ടെറൈൻ ടയേഴ്സാണ്. ഈ ടയർ കൊണ്ട് നമുക്ക് യാതൊരു യൂസും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു എസെൻഷ്യൽ യൂസേജ് ഒരാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമല്ല, ഇപ്പോൾ ഈ ലൈറ്റ്, പ്രത്യേകിച്ച് ഈ ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ പോകുമ്പം ഈ ലൈറ്റിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ഈ ലൈറ്റ് ഇല്ലീഗലാണെന്നാണല്ലേ അവർ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും ഇല്ലീഗലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം
ഇത് ഈ വാഹനത്തിൽ ഞങ്ങൾക്ക് ഇല്ലീഗൽ അല്ലാത്ത റീസൺ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾ ഫ്ലാറ്റ് ബെഡിൽ മാത്രമേ വാഹനം കൊണ്ടുപോകുള്ളൂ. ഞങ്ങളൊരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഞങ്ങളൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത്, അവിടെ മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. അതല്ലാതെ ഈ വാഹനം ഒരിക്കലും നിങ്ങൾക്ക് റൂട്ടിൽ കാണാനോ റൂട്ടിൽ ഒരു ഫൈൻ ഇട്ടാനുള്ള ചാൻസ് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും സുഹേൽ, അവർ പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് ഒരു നിമിഷം ഈ ഗ്യാരേജ് നടത്തുന്ന ആൾ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം, ഇപ്പം ഈ നിയമം വന്നു അതിനുശേഷം ഈ എങ്ങനെയാണ് എൻക്വയറികളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടോ? അല്ല, നമ്മളെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഓഫ് റോഡ് റേസിലുള്ള വാഹനങ്ങളാണ് നമ്മൾ പൊതുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് റോഡ് ലീഗലായിട്ട് ഒന്നും തന്നെ അതിലില്ല. ശരിക്കും ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലുള്ളത്. പക്ഷെ അത് അവർ ചെയ്യുന്നത്, ഇതിൻ്റെ ഓണേഴ്സ് വണ്ടി ഫ്ലാറ്റ് ബെഡിൽ അല്ലെങ്കിൽ ലോറിയിൽ കൊണ്ടുപോയിട്ട് അവർ റേസിലുള്ള സ്ഥലം എവിടെയാണോ അവിടെ ഇറക്കി അവിടെ ഉപയോഗിച്ചിട്ട് തിരിച്ച് അതുപോലെ തന്നെ ഒന്നൊക്കെ നമ്മളെ ഗ്യാരേജിലേക്ക് തിരിച്ചെത്തിക്കും, അല്ലെങ്കിൽ അവർ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുപോകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ നടക്കുന്നത്. ഈ ഇപ്പൊ പറഞ്ഞ ഈ ഫോഗ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതാണ് കോഴിക്കോട് ജീവശ്വാസം പോലെ അനിവാര്യമായ ഒന്നല്ല മോഡിഫിക്കേഷൻ. ആ കാര്യം പറയാതിരിക്കാൻ വയ്യ. വലിയ ടയറുകളും ഈ പറഞ്ഞതുപോലെ കണ്ണ് ചിമ്മിക്കുന്ന ലൈറ്റുകളും ഒക്കെ റോട്ടിലെടുത്ത് പോയാൽ പ്രശ്നമാണ്. ഈ പറഞ്ഞ അഡ്വഞ്ചർ ടൂറിസ്റ്റ്, അഡ്വഞ്ചർ റൈഡിംഗ് എന്ന് അവർ പറഞ്ഞു, അതിനിവിടെ പാകത്തിലുള്ള ട്രാക്കുകളുണ്ട്, അവിടെ പോയി ഓടിക്കാൻ പറ്റും. ആ വാഹനം എടുത്ത് റോട്ടിലിറങ്ങിയാൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, ഈ വാഹനം ഓടിച്ചു വരുന്നവർക്ക് പോലും പ്രശ്നങ്ങളാവുന്നുണ്ട്. അതുകൊണ്ട് അത്രത്തോളം അനിവാര്യമായ കാര്യമല്ല. പക്ഷേ വാക്ക് കൊടുത്തത് കൊണ്ട് അത് എത്രത്തോളം പാലിക്കപ്പെടുമെന്ന ചോദ്യമാണ് ബാക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.